ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നന്ദൂസിൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഫ്ലവർ ചെയ്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇന്ന് ഇരുന്നപ്പോഴത്തേക്കാണ് ഇന്ന് എന്തോന്നാണ് നന്ദുവിന് കിട്ടിയത്? കിട്ടിയത് നന്ദുവിൻ്റെ 6ാം വയസ്സിലെ ബർത്ത്ഡേക്ക് ഉപയോഗിച്ച മെഴുകുതിരിയാണ്. അപ്പം ഇത് വെച്ചിട്ട് ഒരു ഫ്ലവർ നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ അടുത്ത് വന്ന് ഇരിക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കാറില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കുന്നത്. മാലയും ബോയൊക്കെ എടുത്ത് വെച്ച് എന്താ ഇങ്ങനെ ഒരുങ്ങി വന്നിരിക്കുന്നത്. എവിടെ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന്? നമുക്കതെങ്ങനെ ചെയ്തേന്ന് നോക്കാവേ. എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ചിങ് ഒന്നും വിട്ടില്ലല്ലോ കേട്ടോ. സ്റ്റിച്ചിങ് പുറമേ വരുന്നുണ്ട്. ഇത് പിന്നെ നന്ദൂസിൻ്റെ ഈ സന്തോഷങ്ങളൊക്കെ നമുക്ക് കുറേ നാൾ കഴിഞ്ഞാലും കാണാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ഇതുപോലെയൊക്കെ എടുക്കുന്നത്. ഇതാ ഇതുപോലെ ഒരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് മെഴുകുതിരി ഞാൻ ഈ കാണുന്നത് പോലെ തന്നെ ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗ്യാസ് ഓൺ ആക്കി അതിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതൊന്ന് മെൽറ്റായി ഇറങ്ങും. ജസ്റ്റ് ഒന്ന് ഒരു കമ്പോ അല്ലെങ്കിൽ വേണ്ടാത്ത തവിയോ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് കിണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റായി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഐസ് കട്ടയും കൂടെ വേണം. ഇതൊന്ന് ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് മെൽറ്റായ ശേഷം നമുക്ക് ഐസ് കട്ടയും കൂടെ എടുത്ത് എന്ത് ചെയ്യുക, ഐസ് വെള്ളം വേണം. അപ്പം ശകലം വെള്ളവും കൂടെ ചേർത്ത് എടുക്കാം. ഐസ് കട്ട എടുത്തു. ഇതാ ഇവിടെ നന്ദൂസ് റെഡിയായി തന്നിട്ടുണ്ട്. അപ്പം നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. പായോ ഇതാ ഈ കാണുന്ന ചെറിയ ചുള്ളിക്കമ്പ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഐസ് കട്ടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ 3 വിരൽ അതിൽ മുക്കി വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഈ അലിഞ്ഞിരിക്കുന്ന നമ്മുടെ മെഴുകുതിരിയുടെ ഇതുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് മുക്കുക. അതിലേക്ക് മുക്കിയ ഉടനെ തന്നെ നമ്മുടെ ഈ കമ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിക്കുക. അപ്പോഴത്തേക്ക് അവിടെ ഒരു ഫ്ലവറായിട്ട് കിട്ടും. കണ്ടോ ഇതുപോലെ. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 3 വിരൽ തണുത്ത വെള്ളത്തിൽ മുക്കി ഇതിൽ മുക്കുക. നന്ദൂസിന് വേണ്ടിയാണ് ചെയ്തതെങ്കിലും നന്ദൂസ് ചെയ്യുന്നില്ല. ഐസ് കട്ട വെച്ച് കളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ കണ്ടോ ഇതുപോലെ. അതടുത്ത് നന്ദൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ നന്ദൂസിൻ്റെ കുഞ്ഞു പൂവ്. അങ്ങനെ നന്ദൂസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ഭാഗവും ചെയ്തെടുക്കുക. പിന്നെ ഇത് കുറച്ച് ഒരിത് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെഴുകുതിരിയുടെ ആ അലിഞ്ഞ ശകലം കുറച്ചേ ഉള്ളായിരുന്നു അത്. അപ്പോഴത്തേക്കും അത് നമ്മുടെ കൈ വിരൽ മുങ്ങി നിൽക്കാൻ കണക്കിന് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്ലവർ കുറച്ചുകൂടെ ഭംഗിയായിരുന്നേനെ. അതുപോലെ തന്നെ നമ്മൾ പല കളറിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നന്ദൂസിന് ഇൻട്രസ്റ്റുള്ള മേഖലയാണ് ഇതൊക്കെ. ഇത് ക്ലേ വർക്ക്, ഡ്രോയിങ്, ഇങ്ങനെയൊക്കെയാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. ഇതൊക്കെ ആണെങ്കിലും കാർട്ടൂൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കേ വേണ്ട, കാർട്ടൂണിൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്ത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കത് കണ്ടാലോ. അങ്ങനെ അവസാനം ഉള്ള മെഴുകുതിരി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് പൂർത്തിയാക്കി. ഇതാ കണ്ടോ. പക്ഷെ ഇതുപോലെ അല്ല, നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. ഇപ്പോൾ നന്ദൂസിനെ വെച്ച് തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.